11 സെൻറ്റ് സ്ഥലം 11 സെൻറ്റ് സ്ഥലമാണ് ഈ കാണുന്നത്. മൊത്തം മതിൽ കാര്യങ്ങളെല്ലാം കെട്ടി കോമ്പൗണ്ട് വാളിലെല്ലാം കെട്ടി ക്ലിയർ ചെയ്ത് കിടക്കുന്ന സ്ഥലങ്ങളാണ്. നമുക്കിത് ഏരിയ വരുന്നത് അങ്കമാലി കറുകുറ്റിയാണ്. കറുകുറ്റി എന്ന് ഉദ്ദേശിച്ച അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ. അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റലിൽ നിന്നും വെറും 1 കിലോമീറ്റർ മാത്രമാണ് നമുക്ക് ഈ പ്ലോട്ടിലേക്ക് വരുന്ന ദൂരം വരുന്നത്. അതുകൂടാതെ നമ്മളിപ്പോൾ ഈ കണ്ട വഴി ഞാൻ ജസ്റ്റ് നിങ്ങൾ കാണിച്ചു തരാം. മെയിൻ ബസ് റൂട്ടാണ് വരുന്നത്. ഫുൾ ടൈം ബസ്സുള്ള റൂട്ടാണ്. ബസ് റൂട്ടിൽ നിന്നും നമ്മൾ ഈ കാണുന്ന നേരെ വഴിയിൽ നിന്ന് ഒരു 10 മീറ്റർ മാത്രമാണ് ഈ പറയുന്ന പ്ലോട്ടിലേക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടു, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്ന പ്ലോട്ടുകളിൽ ഒന്നാണ്. വീട് വയ്ക്കാൻ പറ്റുന്ന കറക്റ്റ് ഏരിയകളിലൊന്നാണ്. ഇഷ്ടമുള്ള വെള്ളവും കാര്യങ്ങളും കിട്ടുന്ന ഏരിയയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. മൊത്തം മതിൽ കാര്യങ്ങളെല്ലാം കെട്ടി ക്ലിയർ ചെയ്ത് മോട്ടറിൻ്റെ കണക്ഷൻ ഉണ്ട്, വൈദ്യുതി കണക്ഷൻ കാര്യങ്ങളെല്ലാം ഓൾറെഡി എടുത്തിട്ടിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീട് വയ്ക്കുന്നതിന് വേണ്ടി അതിൻ്റെ പ്ലാനും കാര്യങ്ങൾ അപ്രൂവൽ കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. ബാക്കി എല്ലാ സംവിധാനങ്ങളും കിണറുണ്ട്, അതുപോലെ തന്നെ മോട്ടർ ഇരിപ്പുണ്ട്, അതുപോലെ തന്നെ വൈദ്യുതി കണക്ഷനും എല്ലാം ഓക്കെയാണ്. ഇത് റോഡ് ഫ്രണ്ടേജ് വരുന്ന രീതിയിൽ തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള വീട് വയ്ക്കാനും സാധിക്കും. 11 സെൻറ്റ് സ്ഥലം. അപ്പോൾ പാർട്ടി ചോദിക്കുന്നത് 5.5 ലക്ഷം രൂപയാണ് പെർ സെൻറ്റിന് ചോദിക്കുന്നത്. ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾ കറണ്ട് കണക്ഷനും മോട്ടോർ കണക്ഷൻ്റെ ഒക്കെ ഏരിയ കാണിച്ചിട്ട്, പിന്നെ അത് കൂടാതെ ഇതിൻ്റെ അകത്ത് ചെറിയൊരു മോട്ടോർ ഷെഡ് കൂടി കാര്യങ്ങളുണ്ട്. അത്യാവശ്യം നമുക്ക് പണി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയൊരു ഷെഡ്. ഇതാണ് കണക്ഷൻ കിട്ടിയിട്ടുണ്ട്. കണക്ഷൻ്റെ കിയോസ്കിയാണ് കൊടുത്തിരിക്കുന്നത്. കറണ്ട് കണക്ഷൻ്റെ കിയോസ്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തൊട്ടടുത്ത് മോട്ടറിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ചെറിയൊരു സ്റ്റോർ കൊടുത്തിട്ടുണ്ട്, സ്റ്റോർ പോലെ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പണി വർക്ക് തുടങ്ങുന്ന സമയത്ത് നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു കെട്ടിടം കൂടി കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു ഷെഡാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം ജാതി, വാഴ, കപ്പ അങ്ങനെയുള്ളതാണ്. ആ കാണുന്നതാണ് നമ്മുടെ മെയിൻ റോഡ് വരുന്നത്. ആ റോഡിൽ നിന്നും വെറും 10 മീറ്റർ മാത്രമാണ് നമുക്ക് ഈ പറയുന്ന റോഡിലേക്ക് വരുന്നത്. ആ കണ്ട വഴി എന്ന് വെച്ചിട്ട് മെയിൻ വഴിയാണ്. അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റലിൽ നിന്നും വെറും 1 കിലോമീറ്റർ മാത്രം വരുന്ന ബസ് റൂട്ടാണ് കിടക്കുന്നത്. അപ്പോൾ അത് മാത്രം ഇവിടേക്ക് നമുക്ക് അങ്കമാലി ജംഗ്ഷനിലേക്ക് നമുക്ക് ഒരു 5 കിലോമീറ്റർ മാത്രമാണ് ഇവിടെ നിന്നും അങ്കമാലി ടൗണിലേക്ക് വരുന്നത്. എയർപോർട്ടിലേക്ക് നമുക്ക് അവിടെ നിന്ന് ഏകദേശം ഒരു 10 കിലോമീറ്ററും 12 കിലോമീറ്ററിന് ഇടയ്ക്കാണ് നമുക്ക് എയർപോർട്ടിലേക്ക് വരുന്നത്. എല്ലാ സംവിധാനങ്ങളും ഓക്കെയാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ ഹോസ്പിറ്റൽ സൗകര്യമൊക്കെ എല്ലാ സംവിധാനങ്ങളും കിട്ടുന്ന സ്ഥലങ്ങളും, അതുകൂടാതെ തന്നെ ഇഷ്ടംപോലെ വെള്ളവും കാര്യങ്ങളുള്ള ഏരിയയാണ്. ജസ്റ്റ് അതിന് മുന്നേ ഇതിന് ശേഷം ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. ഇതിൻ്റെ ഫ്രണ്ടിലൂടെ നല്ല രീതിയിൽ തന്നെ ഒരു കനാല് കാര്യങ്ങളുള്ളതുകൊണ്ട് ഒരിക്കലും വെള്ളത്തിന് കാര്യങ്ങൾ ഒരു പ്രശ്നം വരുന്നില്ല. അപ്പോൾ നമുക്ക് കണ്ടോ, ഈ കാണുന്നതാണ് നേരെ വഴി വരുന്നത്. ആ വഴിയിൽ നിന്ന് നേരെ കാണുന്ന പ്ലോട്ടാണ്. അപ്പോൾ ഇഷ്ടം പോലെ വെള്ളം കിട്ടുന്ന രീതിയിൽ തന്നെ നാച്ചുറലായിട്ട് താമസിക്കാൻ പറ്റുന്ന, നല്ല രീതിയിലൊരു വീട് വെച്ച് നാച്ചുറലായിട്ട് താമസിക്കാൻ പറ്റുന്ന ഏരിയകളിൽ ഒന്നാണ്. അപ്പോൾ മറക്കണ്ട, ഈ കാണുന്ന നമ്മുടെ ബസ് റൂട്ടാണ്. ആ റൂട്ടിൽ നിന്നും നേരെ 10 മീറ്റർ കിടക്കുന്ന വീട്. ഈ പ്ലോട്ടിന് 11 സെൻറ്റ് സ്ഥലം പാർട്ടി ചോദിക്കുന്നത് 5.5 ലക്ഷം രൂപയാണ് പെർ സെൻറ്റിന് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക. അതുമാത്രമല്ല, ഇതുപോലുള്ള വീടുകളോ പ്ലോട്ടുകളോ വിൽക്കാനോ വാങ്ങാനോ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിൽ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.